അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹീദ്ദീൻ മാല ഹ്രസ്വവ്യാഖ്യാനം 33. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നോട് തേടുവീൻ വേണ്ടുന്നതെപ്പേരും, എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. മേലെ നടന്നോരെ താത്തിച്ചു വെച്ചോവർ, മേലാൽ വരുന്ന വീക്ഷണം പറഞ്ഞോവർ. നിലനെ കൊടുപ്പാനും നിലനെ കളയാനും നായെന്നവർക്കാനുവാദം കൊടുത്തോവർ. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം ആദീനെ ആക്കുന്നോവർ. അപ്പോൾ കുലം ഫുക്കെ പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വെച്ചോവർ. പറക്കും വഴിയെ പാടിക്കൽ തളച്ചോവർ, പറന്നിട്ട് ചെന്നാരെ തൗബ ചെയ്യിച്ചോവർ. എന്നോട് തേടുവീൻ വേണ്ടുന്നതെപ്പേരും, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം എന്നോട് ചോദിക്കൂ. എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ, എന്നോട് ചോദിച്ച എല്ലാം ചോദിച്ചവർക്ക് ശീഖവർകൾ നൽകുകയുണ്ടായി എന്നാണ് ഈ വരിയിൽ പറയുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് തേടിയാൽ അത് ഞാൻ നൽകും എന്ന് ശീഖവർകൾ ഒരിക്കൽ തന്റെ മദ്രസയിൽ വെച്ച് അവിടെ കൂടിയിരുന്ന മഹാന്മാരോട് പറഞ്ഞു. അങ്ങനെ ആത്മീയമായ പലതും ശീഖവർകളോട് അവിടെ കൂടിയ ശിഷ്യന്മാർ ആവശ്യപ്പെടുകയും അതെല്ലാം മഹാനവർകൾ അവർക്ക് നൽകുകയും ചെയ്തു എന്ന് ബഹിജത്തുൽ അസ്റാറിന്റെ 30-31 പേജുകളിൽ മഹാനായ ഇമാം ശത്നൂഫി രേഖപ്പെടുത്തുന്നത് കാണാം. ഇങ്ങനെ എന്നോട് തേടൂ ഞാൻ തരാം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് പറയുന്നതിന് വിരുദ്ധമല്ലേ എന്ന് ചിലർ വെറുതെ സംശയിക്കാറുണ്ട്. അതിലർത്ഥമൊന്നുമില്ല. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന് വലിയ മഹത്വങ്ങൾ നൽകുന്നുണ്ട്. ആ നൽകുന്ന മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മുമ്പ് നമ്മൾ വിശദീകരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിന്റെ 6502 നമ്പർ ഹദീസ്. ആ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു നമ്മളെ അറിയിക്കുന്നത് ലഇൻ സഅലനി ലഉതിയന്ന, ആ അടിമ എന്നോട് വല്ലതും ചോദിച്ചാൽ, എന്റെ ഇഷ്ടദാസൻ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ നൽകിയിരിക്കുമെന്നാണ്. അപ്പോ മഹാന്മാരോട് നമ്മൾ റെക്കമെൻഡിന് ആവശ്യപ്പെടലാണ് അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് റിജക്ട് ചെയ്യപ്പെടില്ല എന്നേ ഇവിടെ പറഞ്ഞതിലുള്ളൂ. അങ്ങനെ എന്നോട് വേണ്ടതൊക്കെ ചോദിച്ചോളൂ എന്നൊരു പറച്ചിൽ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയണതിനൊരു കുഴപ്പമില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാമല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പുള്ള മദീനയിലെ വല്ലാത്ത പ്രയാസമുള്ള ഒരു രാത്രിയിൽ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് കാത്തിരിക്കുന്ന ശിഷ്യനെ കണ്ടപ്പോ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സൽ യാ റബീഅത്തെ, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ചോദിച്ചോളൂ. അഫ്സഹുൽ അറബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽ, ചോദിക്കൂ എന്ന് ഏതെങ്കിലും ഒരു വിഷയം നിർണയിക്കാതെ പറഞ്ഞപ്പോൾ എന്ത് ചോദിച്ചാലും അനുവാദമുണ്ട് എന്നാണ്. അങ്ങനെ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുത്തുനബി ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്, അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് മഹാനവറുകൾ ചോദിച്ചത് എന്താ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ തങ്ങളോടൊപ്പമുള്ള കൂട്ട് ഞാൻ ചോദിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല, അതൊന്നും എന്നോട് ചോദിക്കേണ്ടതല്ല എന്ന് പറഞ്ഞില്ല. മറിച്ച് അബഗൈറ ദാലിക യാ റബീഅ, മറ്റെന്തെങ്കിലും പോരെ എന്ന് ചോദിച്ചു. ഹുവ ദാക യാ റസൂലല്ലാഹ്, എനിക്കത് തന്നെ മതി എന്ന് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു പറഞ്ഞു. നബി തങ്ങൾ അത് അംഗീകരിച്ചു. ഫഅഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, നിങ്ങളുടെ ഹെൽപ്പും ഉണ്ടാകണമെന്ന്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഹെൽപ്പ് ഉണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ ഇതാണ് ശൈഖവർകൾ. എന്നോട് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും, അള്ളാഹുവിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്താൽ അള്ളാഹു തട്ടില്ല. ഇത് പടച്ചോൻ തന്നെ പ്രഖ്യാപിച്ചതാണ് ഖുദ്സിയായ ഹദീസിലൂടെ. എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുത്തിരിക്കുമെന്ന്, അത്രേ അതിലുള്ളൂ.
മേലെ നടന്നവരെ താത്തിച്ചു വെച്ചോവർ, മേലാൽ വരുന്ന വിശേഷം പറഞ്ഞോവർ, അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിച്ച ഒരാളെ ശൈഖവറുകൾ അവിടുത്തെ കറാമത്ത് കൊണ്ട് താഴെ ഇറക്കി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ശൈഖവറുകൾ പറയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ വരിയിൽ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തന്നെ ചൊല്ലിയ 121 വരിയിൽ വരുന്നുണ്ട്, അവിടെ വിശദീകരിക്കാം. ഇവിടെ ഇപ്പൊ മേലാൽ വരുന്ന വിശേഷം പറഞ്ഞോവർ എന്ന് പറഞ്ഞാൽ വരാൻ പോണ കാര്യങ്ങൾ അള്ളാഹുവിനല്ലേ അറിയൂ എന്ന് പറയുന്ന സാധുക്കളുണ്ട്. അങ്ങനെയല്ല, അള്ളാഹു താല അവന്റെ ചില ഇഷ്ടദാസന്മാർക്ക് അദൃശ്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാം. അങ്ങനെ അവന്റെ ഇഷ്ടദാസൻ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന മഹാന്മാർ പറയുന്നതിന് എന്താ വിരോധം? ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ നമുക്ക് കാണാലോ, സൂറത്ത് യൂസുഫിൽ 93-ാമത്തെ സൂക്തത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു കുപ്പായം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്തിടം കൊടുത്തയച്ചിട്ട് പറയുന്നു, ഇദ്ഹബൂ ബി ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി, എന്റെ ഉപ്പാന്റെ മുഖത്ത് ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോയി ഇടണം. ഇട്ടായി എഴുത്തി ബസീറ, ഉപ്പ കാഴ്ച തിരിച്ചു കിട്ടും. കാഴ്ചക്ക് മങ്ങലേറ്റ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് നേരത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. അപ്പൊ അങ്ങനെ അള്ളാഹു താല അറിവ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തെ പ്രഖ്യാപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതന്നെ ശൈഖവറുകളും പറഞ്ഞത്. നിലനെ കൊടുക്കാനും നിലനെ കളയാനും നായൻ അവർക്ക് അനുവാദം കൊടുത്തവർ, ആത്മീയമായ സ്ഥാനം അത് കൊടുക്കാനും, നിലാച്ചാൽ സ്ഥാനം അത് കൊടുക്കാനും അതേപോലെ തന്നെ ഉള്ള സ്ഥാനത്തെ എടുത്തു കളയാനും ശൈഖവറുകൾക്ക് അള്ളാഹു താല അനുവാദം കൊടുത്തു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ശൈഖവറുകൾ തന്റെ കാലത്തും പിൽക്കാലത്തുമുള്ള ഔലിയാക്കളുടെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ലീഡർക്ക് തന്റെ കീഴിലുള്ള ആളുകൾക്ക് എതിരെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി ഒരു തീരുമാനമെടുക്കാൻ സാധാരണഗതിയിൽ തടസ്സമൊന്നും ഉണ്ടാവില്ല എന്ന കാര്യം അതൊരു പ്രയാസമുള്ള സംഗതിയല്ലല്ലോ. ഇപ്പൊ നമുക്ക് ഭൗതികമായി ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ളവരുടെ വിഷയത്തിൽ ചിലപ്പോൾ ചിലരെ ഡൗൺ ആക്കും, വേറെ ചിലർക്ക് അദ്ദേഹം സ്ഥാനക്കയറ്റം കൊടുക്കും. അപ്പൊ ഇത് ആത്മീയ രംഗത്തും ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഔസുൽ ആലം തങ്ങൾ അവകാശപ്പെടുന്നത്. ഇപ്പൊ സൂറത്തുൽ അഅറാഫ് 175-176 സൂക്തങ്ങളിൽ ബൽആമിനു ബഅൂറ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ. അവന്റെ എല്ലാ സ്ഥാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു, അവൻ പട്ടിയെപ്പോലെയാണെന്ന് അവന്റെ ഉദാഹരണം പറഞ്ഞു. അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന മഹാനെതിരിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ അയാൾ ഏർപ്പെട്ടപ്പോൾ അയാളുടെ എല്ലാ സ്ഥാനങ്ങളും എടുത്തു കളയപ്പെട്ടു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് കളിച്ചാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന അള്ളാഹു തആല പ്രഖ്യാപിച്ച് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ പുലർച്ച തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകയിൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നവർ ശൈഖവറുകളുടെ നല്ലൊരു നോട്ടം കൊണ്ട് ഒരു വസ്തുവിനെ ഉദ്ദേശിച്ചതുപോലെ ആക്കാറുണ്ട്. മഹാന്മാരുടെ നോട്ടം അതൊരു സാധാരണ നോട്ടമല്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകം സിറാസത്ത് കൊണ്ടുള്ള നോട്ടമാണ് നോക്കുന്നത്. ആ നോട്ടം മുഖേന അല്ലാഹു തആലാന്റെ ഇഷ്ടദാസന്റെ ആ സന്തോഷത്തോടുകൂടെയുള്ള നോട്ടം ഒരു വസ്തുവിനാവട്ടെ വ്യക്തിക്കാവട്ടെ പുരോഗതി ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, അവരൊന്നും നന്നായി ഒരു നോക്കുകയിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തവർ. ആ ആശയം തന്നെയാണ് ഇവരിലും സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുലം ഫുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വെച്ചവർ, പുതുമുസ്ലിമായി വന്നയാളെ ശൈഖവറുകൾ അബ്ദാലാക്കി നിയമിച്ചു. ഔലിയാന്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക കാറ്റഗറിയാണ് അബ്ദാലുകൾ എന്ന് പറയുന്നത്. ഔലിയാക്കളിൽ പ്രത്യേക കാറ്റഗറികളുണ്ട്. കുത്തുബ്, അഖ്താബുകൾ എന്നൊരു വിഭാഗമുണ്ട്, ഔത്താദ് എന്നൊരു വിഭാഗമുണ്ട്, അബ്ദാൽ എന്നൊരു വിഭാഗമുണ്ട്, നുഖബാ എന്ന വിഭാഗമുണ്ട്, നുജബാ എന്ന വിഭാഗമുണ്ട്. ഈ ആളുകളുടെ ഒക്കെ എണ്ണം സംബന്ധമായൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. എന്തായാലും അങ്ങനത്തെ പദവിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമല്ല. മഹാന ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു തന്റെ അൽഹാബീലിൽ ഫത്താവയിൽ കൃത്യമായി വിശദീകരിക്കുന്നത് കാണാം. ഫഖദ് ബലഗനി അൻ ബഅലി മല്ലാ ഇൽമ ലഹു ഇൻകാറു മസ്തുഹിറ അനി സാദത്തിൽ ഔലിയാ മിൻ അന്ന മിൻഹും അബ്ദാലൻ വ നുഖബാ വ നുജബാ വ ഔതാദൻ വ ഖതാബാ വഖദ് വറദത്തിൽ അഹാദീസ് വൽ ആസാറു ബി ഇസ്ബാത്തി ദാലിക്. ഔലിയാക്കളിൽ നിന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഗതിയെ നിഷേധിക്കുന്ന ചില വിവരദോഷികളെ കാണാറുണ്ട്. എന്നാൽ അല്ലാഹു തആലാന്റെ ഇഷ്ടദാസന്മാരിൽ അബ്ദാൽ, നുഖബാ, നുജബാ തുടങ്ങിയിട്ടുള്ള പദവിയിലുള്ളവരുണ്ട് എന്ന്. അപ്പൊ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഒരാൾക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്ന അവസ്ഥ
ഷെയ്ഖ് അവറുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നതിന് തടസ്സമില്ല നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച ആളുകൾക്ക് അവരുടെ നില കൂട്ടിക്കൊടുക്കാനും കുറക്കാനുള്ള അധികാരം അല്ലാഹു തആല ആ ലീഡർഷിപ്പ് നൽകിയ ആൾക്ക് നൽകും. അത്ര തന്നെ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. പറക്കും വലിയെ പഠിക്കൽ തളച്ചോവർ, പറന്നിട്ട് ചെന്നവരെ തൗബ ചെയ്യിപ്പിച്ചവർ, ശിഖബകൾ പറക്കുന്ന വലിയനെ തന്റെ വീടിന്റെ ഇടനാഴിയിൽ തളക്കുകയും പറന്നു ചെന്ന മറ്റു ചിലരെ തൗബ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതായത് ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ ശൈഖബറുകളോടുള്ള മര്യാദ കുറവിന്റേതായിട്ടുള്ള സ്വഭാവം സ്വീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കൊരു 8ന്റെ പണി കൊടുക്കുക എന്നത് അവരെ മര്യാദ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശൈഖബറുകൾ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് മനസ്താപമുണ്ടായി, ഞങ്ങൾ ശൈഖബറുകളോട് അത്തരമൊരു മര്യാദ കുറവ് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ചു മടങ്ങുന്ന സാഹചര്യം അവരിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വരിയുടെ വളരെ ചുരുക്കം. മഹാനായ ഇമാം ശത്തുനൂഫി തന്റെ ബഹജത്തുൽ അസ്റാറിന്റെ 72ാമത്തെ പേജിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം വിശദീകരിക്കുന്നത് കാണാം. മഹാനായ സയ്യിദ് ഷരീഫ് അബുൽ അബ്ബാസ് ദിമശ്ഖി റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അബുൽ ഹസൻ അലി ബിൻ ഹീത്തി റഹിമഹുല്ലാഹയുടെ കൂടെ ഒരിക്കൽ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ അവിടെ ഇടനാഴിയിൽ ഒരു ചെറുപ്പക്കാരൻ മലർത്തിക്കടത്തപ്പെട്ടതായിട്ട് കാണുന്നു. അദ്ദേഹം ഷെയ്ഖ് അലിയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളോട് ശുപാർശ ചെയ്യണം. അങ്ങനെ അദ്ദേഹം ശുപാർശ ചെയ്തു. ഈ പഠിക്കൽ തളച്ചു വെച്ച്, അതായത് അഹങ്കരിച്ചു പോയ ആളെ പിടിച്ചു കെട്ടിയതാണ് ഷെയ്ഖ് അവറുകൾ. അലി ബിൻ ഹിത്തി തങ്ങളുടെ ശുപാർശ പ്രകാരം അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊടുത്തു. ആ ശുപാർശ ഇല്ലായിരുന്നെങ്കിൽ അയാൾ അവിടെ തന്നെ കിടക്കുമായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്നാണ് ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഇവിടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.